CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. 2 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷൻസീർ നിർവഹിച്ചു. കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിയായ ഹോട്ടലുടമ ദേവദാസിനെ കുന്നംകുളത്ത് നിന്ന് പിടികൂടി. ചരിത്രത്തിൽ ആദ്യമായി കുന്നംകുളത്ത് നടക്കുന്ന CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നഗരമൊരുങ്ങി. ഫെബ്രുവരി 9, 10, 11 തീയതികളിലായാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. LDFന്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കുന്ന ആർക്കും മുന്നണിയിലേക്ക് കടന്നുവരാമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA. CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു MLA. കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ അക്കിക്കാവ് എരുമപ്പെട്ടി റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് മരാമത്ത് വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അഞ്ഞൂർ കമ്പനിപ്പടിയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് കുട്ടികളടക്കം 4 പേർക്ക് പരിക്ക്. ബുധനാഴ്ച രാവിലെ 7:15 വടക്കേക്കാട് കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിന് സമീപത്താണ് സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. തദ്ദേശ സ്ഥാപനങ്ങൾ കർഷകർക്ക് നൽകുന്ന കൂലിച്ചെലവ് വെട്ടിക്കുറച്ചതായി ആക്ഷേപം. ആശങ്കയിലായ പുന്നയൂർക്കുളം, ഉപ്പുങ്ങൽ, പരൂർ, കോൾപ്പടവിലെ കർഷകർ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. നെൽകർഷകർക്ക് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനെതിരെ കേരള കർഷക സംഘം പുന്നയൂർക്കുള കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിനും കൃഷി ഓഫീസർക്കും നിവേദനം നൽകി. എരുമപ്പെട്ടി മുല്ലയ്ക്കൽ ഭരണിവേലിയിലെ പുലർച്ചെ എഴുന്നള്ളിപ്പിൽ ആനയടഞ്ഞു. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടയിൽ ആന പെട്ടെന്ന് തിരിഞ്ഞോടുകയായിരുന്നു. വേലൂർ കിടായിച്ചിറ സംരക്ഷണ പ്രവൃത്തി AC മൊയ്തീൻ MLA സന്ദർശിച്ച് വിലയിരുത്തി. 2021-22 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിടായിച്ചിറയുടെ സംരക്ഷണത്തിന് 3 കോടി രൂപ അനുവദിച്ചിരുന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ടുപറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. രാവിലെ 11ഓടെയാണ് തീപിടുത്തമുണ്ടായത്. തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് തീ പടർന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ 2024-25 ഫാം പ്ലാൻ പദ്ധതി പ്രകാരം മീൻകുളം സ്ഥാപിച്ചു. ഇളവള്ളി പഞ്ചായത്തിൽ 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ CBSE വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സോക്കർ ലീഗ് ഫുട്ബോൾ ഇന്റർ സ്കൂൾ ടൂർണമെന്റിൽ ഗുരുവായൂർ ഗോകുലം പബ്ലിക് സ്കൂൾ ജേതാക്കളായി. ജില്ലയിലെ 8 CBSE സ്കൂളുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ചൂണ്ടൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ശുചിത്വ മിഷൻ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷം. കടങ്ങോട് തെക്കുമുറിയിൽ കൂട്ടമായി എത്തിയ കാട്ടുപന്നികൾ വാഴകൃഷി നശിപ്പിച്ചു. 41ാമത് സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 7 മുതൽ ഫെബ്രുവരി 9 വരെ കുന്നംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മറ്റം ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവവും മേലാഘോഷവും ഫെബ്രുവരി 7 വരെ നടക്കും. ജനുവരി 31-നാണ് ഉത്സവാഘോഷം ആരംഭിച്ചത്. വേലൂർ മണിമലർക്കാവ് കുംഭഭരണിയോടനുബന്ധിച്ച് വേലൂർ അമ്പലവട്ടം ദേശകുതിരയുടെ നോട്ടീസ് പ്രകാശനം ചെയ്തു. എരുമപ്പെട്ടി നെല്ലുവായി മുല്ലയ്ക്കൽ ഭരണിവേല ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പുകൾ എന്നിവയുണ്ടായിരുന്നു. കരിക്കാട് ബട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഫെബ്രുവരി 7-ാം തീയതി വെള്ളിയാഴ്ച ആഘോഷിക്കും. വെങ്കിടങ്ങ് കുണ്ടഴിയൂർ GMUP സ്കൂളിൽ വാഴക്കുല വിളവെടുപ്പ് നടത്തി. സ്കൂൾ കാർഷിക ക്ലബ്ബ് പച്ചത്തുരുത്തിൽ കൃഷിയിറക്കിയ വാഴകളുടെ വിളവെടുപ്പാണ് നടന്നത്. ചാലിശ്ശേരി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ഭരണസ്തംഭനത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കോടതി ഉത്തരവ് ലംഘിച്ച ജിയോളജിസ്റ്റിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് കോട്ടോൽക്കുന്ന് ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയിലേക്ക്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷാകർതൃ സംഘടനയായ പരിവാറിന്റെ വേലൂർ പഞ്ചായത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനവും കുടുംബസംഗമവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PV പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യം ആനന്ദം അകറ്റാമർബുദം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി ഇടവകയിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂരിനെ ഇടവക യാത്രയയപ്പ് നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ആരോഗ്യമാനന്ദം അകറ്റാമർബുദത്തെ എന്ന ശീർഷകത്തിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് കേരളത്തിനെ പൂർണ്ണമായും അവഗണിച്ചതിനെതിരെ CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.